ബഹ്റൈനിലെ ഒരു കോൾഡ് സ്റ്റോറിൽ ജീവനക്കാരനാണ് ഇസ്മായിൽ പതിയാരക്കര എന്നറിയപ്പെടുന്ന ഈ പ്രവാസി യുവാവ്. 15 മണിക്കൂറോളം നീളുന്ന കോൾഡ് സ്റ്റോറിലെ ജോലിത്തിരക്കിനിടയിൽ 7 പുസ്തകങ്ങൾ ഇദ്ദേഹം രചിച്ചു കഴിഞ്ഞു. 3 പുസ്തകങ്ങൾ കൂടി ഉടൻ പുറത്തിറങ്ങും. തിരക്കിട്ട ഈ ജോലിസ്ഥലം തന്നെയാണ് ഈ യുവാവിന്റെ രചനാലോകവും. ഈസ്റ്റ് റഫയിൽ സ്ഥിതി ചെയ്യുന്ന ഹലാഹൽ കോൾഡ് സ്റ്റോറിലാണ് ഇസ്മായിലിന്റെ ജോലി. ജോലി തിരക്കുകൾക്കിടയിൽ കിട്ടുന്ന ഇത്തിരി ഒഴിവു സമയം ഉപയോഗിച്ചാണ് ഇസ്മായിലിന്റെ പുസ്തകങ്ങൾ പിറവിയെടുക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ പതിയാരക്കര സ്വദേശിയായ ഇസ്മായിൽ ചെറുപ്പം മുതൽ തന്നെ എഴുത്തിന്റെയും വായനയുടെയും ലോകത്തോട് താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. ഗൾഫിലെത്തിയപ്പോൾ സമകാലിക വിഷയങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് പത്രങ്ങളിൽ ഇസ്മായിൽ സ്ഥിരമായി എഴുതി. പിന്നീട് ജോലിക്കിടയിൽ കിട്ടുന്ന ഇത്തിരി ഒഴിവു സമയം ഉപയോഗിച്ച് കഥകളും ലേഖനങ്ങളും എഴുതാൻ തുടങ്ങി. 2006 ഞാൻ ബഹ്റൈനിൽ എത്തിപ്പെടുന്നത്. ആ നാട്ടിലുള്ള സമയത്ത് തന്നെ ഒരുപാട് വായിക്കുകയായിരുന്നു. അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത് തന്നെ ഒരു കോൾഡ് സ്റ്റോറിലാണ്. കോൾഡ് സ്റ്റോറിൽ നിന്ന് ആഴ്ചക്ക് ഒരു ലീവോ അല്ലെങ്കിൽ അധിക കൂടുതൽ 12-13 മണിക്കൂറൊക്കെ ജോലിയുള്ള സ്ഥലമാണ്. എങ്കിലും വിശ്രമവേളകളൊക്കെ ഉപയോഗപ്പെടുത്തി ഞാൻ ധാരാളം വായിക്കുകയായിരുന്നു. അങ്ങനെയുള്ള വായനയിൽ നിന്നും പിന്നെ കുറച്ച് എഴുതണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായി. അങ്ങനെ ആദ്യം പ്രതികരണങ്ങളൊക്കെ പത്രങ്ങളിൽ എഴുതാൻ തുടങ്ങി. കോൾഡ് സ്റ്റോറിലെ മാനേജ്മെന്റും സഹപ്രവർത്തകരും ഈ ചെറുപ്പക്കാരന്റെ രചനാവഴികളെ നിർലോഭമായി പിന്തുണക്കുന്നു. എഴുതിക്കൂട്ടിയ അക്ഷരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പ്രസാധകരുടെ സഹായം ലഭിച്ചതോടെ ഇസ്മായിലിന്റെ 7ാമത്തെ പുസ്തകമാണ് ഈയിടെ പുറത്തിറങ്ങിയ അയക്കൂറ പാർക്കിലെ വർത്തമാനങ്ങൾ. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു സംഗതി എന്താണെന്ന് പറഞ്ഞാൽ, ഈ പ്രവാസ ലോകത്ത് വെച്ച് അയക്കൂറ പാർക്കിലെ വർത്തമാനങ്ങളുള്ള ഈ കഥ, ഈ സമാഹാരം ഇറക്കാൻ കഴിഞ്ഞതാണ്. ഇത് വലിയ രീതിയിലുള്ള ഒരു സാഹിത്യ കൃതിയൊന്നുമല്ല. ഇത് എന്റെ പ്രവാസ ജീവിതത്തിലുള്ള അനുഭവങ്ങളും ഓർമ്മകളും ഇതൊക്കെ കഥകളുടെ രൂപത്തിൽ എഴുതിയതാണ്. പക്ഷെ ഇത് വായിച്ചിട്ട് ധാരാളം ആൾക്കാർ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സാഹിത്യ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞ ഒരു അനുഭവമാണ്. 3 പുസ്തകങ്ങൾ കൂടി ഉടൻ പുറത്തിറങ്ങുന്നതോടെ 10ഓളം പുസ്തകങ്ങളാകും ഇസ്മായിൽ രചിച്ച ഗ്രന്ഥങ്ങളുടെ പട്ടികയിൽ. പ്രവാസത്തിനിടെ മുടങ്ങിപ്പോയ വിദ്യാഭ്യാസവും ഇസ്മായിൽ ജോലിത്തിരക്കുകൾക്കിടയിൽ തുടരുന്നുണ്ട്. കോഴിക്കോട് സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിദൂര വിദ്യാഭ്യാസ പഠന പദ്ധതി പ്രകാരം BA ബിരുദ പഠനം കൂടി ഇസ്മായിൽ നടത്തുന്നു. പഠനത്തിനു വേണ്ടിയുള്ള വായനയും ഈ കോൾഡ് സ്റ്റോറിൽ തന്നെയാണ്. ഗൾഫുകാരുടെ കുടുംബകഥകൾ, ഉമറിന്റെ ജീവചരിത്രം, 5ാം ഖലീഫ, ശിഹാബ് തങ്ങൾ, നബിയുടെ വിജയഗാഥകൾ, ഉമ്മ ഒരോർമ്മ തണൽ, അയക്കൂറ പാർക്കിലെ വർത്തമാനങ്ങൾ എന്നിവയാണ് ഇസ്മായിലിന്റേതായി പുറത്തിറങ്ങിയ കൃതികൾ. ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ ഇദ്ദേഹത്തിന് താൽപര്യമുണ്ട്. എങ്കിലും ജോലിത്തിരക്ക് കാരണം ഇതിന് സാധിക്കാറില്ല. എന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ, പ്രവാസ ലോകത്ത് അധികം ആൾക്കാരും തിരക്ക് പിടിച്ചിട്ടുള്ള ആൾക്കാരാണ്. തിരക്ക് പിടിച്ച ജോലി സമയക്കുറവുള്ള ഈ അവസ്ഥയിലും നമുക്ക് എഴുത്തിലും വായനയിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് സമയം കണ്ടെത്താവുന്നതേ ഉള്ളൂ. നമ്മുടെ വിശ്രമവേളകളൊക്കെ നമുക്ക് വായനക്കും എഴുത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കാം. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. സമയക്കുറവിനെക്കുറിച്ച് പരാതി പറയാതെ കിട്ടുന്ന ഒഴിവു സമയങ്ങളെല്ലാം തന്റെ സർഗപരതയുടെ വഴിയിൽ ചെലവഴിക്കണമെന്നാണ് ഈ യുവാവിന്റെ ആഗ്രഹം. അതുകൊണ്ടുതന്നെ പ്രതിസന്ധികളെയും പരിമിതികളെയും അതിജീവിച്ച് ഈ പ്രവാസി യുവാവിന്റെ അക്ഷരപ്രയാണം തുടരുകയാണ്.